നമ്മൾ സാധാരണ പെരി പെരി ചിക്കനൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന രീതിയിൽ അതേ സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ചോറിൻ്റെ കൂടെയാണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ള സൈഡ് ഡിഷാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ ബീഫ് വെച്ചിട്ടാണ് ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറാക്കി എടുക്കുമ്പോൾ എല്ലോടുകൂടിയുള്ള ബീഫ് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ചെറിയ പീസായിട്ടാണ് എനിക്ക് മുറിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ആവശ്യമായിട്ടുള്ളത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഏകദേശം 1 തണ്ടോളം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും മസാല നമുക്ക് ഇതിലോട്ട് ഈ ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ളൂ. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ഇട്ടിട്ട് ഒരു 6 വിസിൽ, ഈ ഒരു ബീഫിനാണെങ്കിൽ ഒരു 6 വിസിൽ അടിച്ചതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം തുറന്ന് നോക്കുകയാണെങ്കിൽ ഒരു 1/4 ഭാഗം വേവായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 1/4 ഭാഗം മാത്രമേ നമുക്ക് വേവാവുള്ളൂ. ഒത്തിരി വെന്ത് കുഴയുന്ന പാകത്തിൽ തയ്യാറാക്കി എടുക്കരുത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് വിസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. ഞാനിവിടെ ബീഫ് നല്ലതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല വലിയ പീസായിട്ടാണ് നിങ്ങൾ ബീഫ് വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ അതേ സ്റ്റൈലിൽ നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലോട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം, ഇവിടെ ഞാൻ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1/2 ടേബിൾ സ്പൂൺ തുടങ്ങി 1 ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്, നല്ല കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ എരിവിന് വേണ്ടിയിട്ട് സാധാരണ മുളക് പൊടി. പിന്നെ ഇതിലെ പ്രധാന ചേരുവ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുരുമുളക് പൊടി തന്നെയാണ്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. വലിയ ജീരകവും ചെറിയ ജീരകവും കൂടി ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി അരച്ചെടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ. അടുത്തതായിട്ട് 1 തണ്ടോളം കറിവേപ്പില കൂടി ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മാത്രം എടുത്ത് ജ്യൂസാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ തുടങ്ങി 1.5 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറഞ്ഞൊരളവിൽ മാത്രം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം നന്നായിട്ട് വെളിച്ചെണ്ണയിൽ യോജിപ്പിച്ചെടുക്കണം. പൊടിയായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് യോജിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്, ഒരിത്തിരി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം, 1.5 ടേബിൾ സ്പൂൺ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരളവ് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലോട്ട് നമ്മൾ ബീഫ് ചേർക്കാം. ഇനി ബീഫ് പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഇതൊരിക്കലും ഉടഞ്ഞു പോകില്ല കേട്ടോ, കാരണം നമ്മൾ 1/4 ഭാഗമാണ് ഇതിനെ വേവിച്ചെടുത്തിരിക്കുന്നത്. എന്നാൽ കൂടി നമ്മൾ പതുക്കെ വേണം മസാലക്കൂട്ടുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ. ഇങ്ങനെ മസാലക്കൂട്ടായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ബീഫിനെ കുറഞ്ഞത് 1/2 മണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിവിടെ 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിനകത്തോട്ട് മാറ്റി ഇതുപോലെ കയ്യിൽ ഓരോന്നായിട്ട് വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ബീഫ് നമ്മൾ ഒത്തിരി സമയം ഫ്രൈ ചെയ്തെടുക്കരുത്. നമ്മൾ ഓൾറെഡി 1/4 ഭാഗത്തോളം വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. ഇനി നമ്മൾ കൂടുതൽ സമയം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര കുറച്ചിങ്ങനെ കട്ടിയായതുപോലെയാണ് ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിൽ നിന്നിത് വറുത്ത് കോരാവുന്നതാണ്. എല്ലാം നമുക്ക് ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു ചെറിയ മസാല കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. മുഴുവൻ വറുത്തെടുത്തതിന് ശേഷം ബീഫ് വറുക്കാൻ എടുത്തിട്ടുള്ള എണ്ണയിൽ നിന്നും ഏകദേശം 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുള്ളത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഒരു 3 പച്ചമുളക് നെടുകെ കീറിയിട്ടിട്ടൊന്നുമില്ല, മുഴുവനായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. എല്ലാം കൂടി ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ ഒരു മിക്സിനകത്തോട്ടേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ചതച്ചത് ലാസ്റ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക, അതുപോലെ പച്ചമുളക് എണ്ണയിൽ മൂപ്പിച്ചിട്ടൊക്കെ ലാസ്റ്റ് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാം നല്ല തീയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റിൽ എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തന്നെയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.